ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാ കത്തിക്കലും കഴിഞ്ഞു. നമ്മളെ പെൺകുട്ടീനെ കൊണ്ടാക്കാനായി. പിന്നെ ഞങ്ങളുണ്ടല്ലോ വല്യച്ഛൻ്റെ വീട്ടിൽ പെണ്ണിനെയും ചെക്കനെയും പിന്നെ എല്ലാവരെയും നമ്മുടെ ഫാമിലി ഫുള്ള് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളിന്ന് രാത്രി കൂടാൻ പോവാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ പെണ്ണിനെയും ചെക്കനെയും മാത്രമായിട്ടല്ല വിളിക്കുക, എല്ലാവരെയായിട്ടും വിളിക്കും. പക്ഷെ ഈ വല്യച്ഛൻ്റെ വീട്ടിൽ മാത്രമേ എല്ലാവരും ഉണ്ടാവുള്ളൂ, ഈ കൂടലിൽ മാത്രമേ എല്ലാവരും ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവരും പോവാണ്. ഇപ്പം ഞാൻ നാളെ പോവും, അത് കഴിഞ്ഞാൽ പിന്നെ ചേച്ചി പോവും, പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് പോവും. അപ്പം പിന്നെ അപ്പോൾ ഈ കൂടലിന് എല്ലാവരും ഉണ്ടാവും. ഓക്കെ, പിന്നെന്താ. അപ്പം ഇനിയിപ്പോൾ സമയം എത്ര മണിയാണെന്നറിയോ? സമയം 5:30. അപ്പോൾ വേഗം റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയും അച്ഛനും കരിയൊക്കെ നിറയ്ക്ക്, നാളെ ബുധനാഴ്ചയല്ല. അപ്പോൾ കരി അച്ഛന് കൊണ്ടു കൊടുക്കാണ്ട്, അപ്പോൾ കരി നിറയ്ക്കുകയാണ്. ഞങ്ങൾ റെഡി ആവണം. പിന്നെ അതൊക്കെ ഞാൻ ഫസ്റ്റ് റെഡിയായി. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മൈ ഡാഡ് ആൻഡ് മം. ബാക്കിയുള്ള എല്ലാവരും റെഡിയായി. ഓ, ബേബിയുടെ പാമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞ ബേബിയുടെ പാമ്പേഴ്സ് എടുക്കട്ടെ കേട്ടാ. ഓക്കെ, വെൽക്കം. ഹായ് വല്യമ്മ. ഹായ് പെണ്ണിട്ടാ. എന്താ വല്യമ്മ സ്പെഷ്യല്? ഇതെന്താ ബിരിയാണി? കുഞ്ഞൊന്നും മാർക്ക് ലൈറ്റില്ല. അപ്പം സെറ്റ് അഞ്ഞൊന്നും ബിരിയാണി, ഫിഷ് കറി, നല്ല മുളകിട്ട ഫിഷ് കറി, ബീഫ്, പൈനാപ്പിള്, ഫിഷ് ഫ്രൈ, ഉള്ളി. ഇത് നമ്മുടെ തട്ടുകട, മുട്ടയും ബീഫും, പിന്നെ ഫിഷ് ഫ്രൈ. ഓ കൂടിയായിരുന്നു. ഞാൻ പറഞ്ഞു മേടിച്ചു ഐശ്വര്യായിട്ട് തുടങ്ങാം. ഹായ് ബാപ്പ. വീടിനകത്ത് കുറച്ച് ലൈറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗോപ്രോയിലാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എനിക്കൊന്ന് ക്ഷമിച്ചതായി കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഫോണിലേക്ക് മാറ്റിയപ്പോഴാണ് തീരെ ലൈറ്റ് ഇല്ലാതെ പോയല്ലോ എന്ന് അങ്ങനെ കണ്ടത്. പിന്നെ ഇത്രയും നല്ല മൊമെൻറ്റ് ഞങ്ങൾ ഫാമിലി ഫുള്ള് കൂടിയ ഒരു മൊമെൻറ്റ് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. അപ്പം ഞങ്ങൾ പകുതി ടീംസ് എത്തിയിട്ടോ. കല്യാണം കഴിഞ്ഞ ചെക്കനും പെണ്ണിൻ്റെ ഫാമിലി എത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. എന്നാലും ഞങ്ങൾ ഫുൾ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതാ പെണ്ണും ചെക്കനും പെണ്ണിൻ്റെ ഫാമിലി ഫുള്ള് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിയുടെ, അതായത് ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, പക്ഷെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ മുകളിൽ കുഞ്ഞിനെ അറിയിക്കാണ്ട്
ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരും കൂടി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എടുത്തിരിക്കണോ കൂടി എടുക്കാം. അങ്ങനെ അധികം വൈകാതെ എല്ലാവരെയും മോളിക്ക് വിളിച്ചു കേട്ടോ. അപ്പോൾ ചെറിയ ഡെക്കറേഷനും കേക്കൊക്കെ വെച്ചിട്ട് ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അധികം വൈകാതെ നമ്മൾ കുഞ്ഞിനെ വിളിക്കാൻ പോകും. ഗായ്സ് എങ്കിൽ ഇവിടെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല, സർപ്രൈസാണ്. സോ നമ്മളിപ്പോൾ കുഞ്ഞിയോട് ഇങ്ങോട്ട് വരാൻ പറയും, എന്നിട്ടാണ് സർപ്രൈസ് പൊട്ടിക്കുക. ഓക്കെ, Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. ഇത് നടന്ന കാര്യം. സോറി. സ്പെഷ്യൽ എന്താന്ന് കാണിക്കാം. എന്താ തട്ടുകട മുട്ടയും ചക്കു. വാവ്, നമുക്കൊരു കാര്യം ചെയ്തല്ലോ, അവിടെ നിന്ന് പഠിക്കും വന്നാലും. അപ്പം മുകളിൽ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞപ്പോൾ അതാ അച്ഛന്മാരും പിന്നെ മരുമക്കളൊക്കെ കൂടിയിട്ട് അവരുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങളിതാ താഴത്തേക്ക് വന്നു. താഴെ പിന്നെ പിള്ളേരുകൾക്ക് തന്നെ ആദ്യം കൊടുത്തു കേട്ടോ ഫുഡ്. കാരണം അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് കളിച്ചോളും. പിന്നെ അവരങ്ങോട്ട് അവരുടെ ലോകത്തേക്ക് അങ്ങോട്ട് വിടാമല്ലോ, അവരെ സെറ്റായിട്ട്. അപ്പോൾ ആദ്യം തന്നെ പിള്ളേരുകൾക്കാണ് ഫുഡൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വലിയ പിള്ളേരുകളിരുന്നു. പിന്നെ ലാസ്റ്റാണ് അച്ഛന്മാരൊക്കെ ഇരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അമ്മമാർ. ഓക്കെ, വല്യമ്മ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. എല്ലാതും അടിപൊളി തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ചു. പക്ഷേ അടുത്ത ദിവസമാണ് നമ്മുടെ കല്യാണപ്പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കേണ്ട ദിവസം. അപ്പോൾ സമയം ഒരുപാട് വൈകി. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കളിച്ചും ആർമാദിച്ചും ഒന്നും മതിയായി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങളെല്ലാവരും വീട്ടിലെത്തുമ്പോൾ ഒരു 10-12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കിയിരുന്നു. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റീൽസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിള്ളേരുകളുടെ വക ഒരു ഡാൻസും പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് മുന്നേ ഞങ്ങൾ വേറെ കുറേ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. എല്ലാ വീഡിയോസും ഞാൻ ഷോർട്സ് ആക്കിയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛന്മാർക്ക് ഒരു പണി കൊടുത്തു കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. പിന്നെ അതിൽ നമ്മുടെ മരുമക്കളും ഉണ്ടായിരുന്നു. പ്രത്യുശേട്ടൻ മാത്രം ഉണ്ടായിരുന്നില്ല, പ്രത്യുശേട്ടന് വരാൻ പറ്റിയില്ല. അങ്ങനെ എന്താ പറയുക, പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരാം ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ, സീ യു.